9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിന്റെ പടിയെടുത്ത് വെക്കുന്ന കുട്ടികൾക്ക് അവരുടെ പേരൻസ് മസ്റ്റായിട്ട് മേടിച്ചു കൊടുക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന ഈ ഒരു പുസ്തകം. ഈ പുസ്തകം നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദീർഘവീക്ഷണം. ഭാവിയിൽ എന്തായി മാറണം, ഒരു ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, അല്ലെങ്കിൽ മറ്റേത് മേഖലയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന കുട്ടിക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായി മാറുന്ന ഒരു പുസ്തകമാണിത്. അപ്പം 9ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ഇതവർക്ക് മേടിച്ച് കൊടുക്കുക. 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഉള്ളിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക. കാരണം 10ാം ക്ലാസ്സിലെ SSLCക്ക് അവർക്ക് കിട്ടുന്ന മാർക്കാണ് +1 +2 ഏത് ഗ്രൂപ്പ് അവർക്ക് കിട്ടണമെന്ന് തീരുമാനിക്കുന്നത്. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്ന് തീരുമാനിക്കുന്നത് SSLC പരീക്ഷയ്ക്ക് അവർ നേടുന്ന ആ ഒരു മാർക്കാണ്. നിങ്ങളുടെ കുട്ടി ഒരു നല്ല മേഖലയിൽ ഒരു നല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ടിരിക്കുന്നതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? അതോ ഒരു 16 18 വയസ്സാകുമ്പം ഒരു ഫോണും തൂക്കി ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ആ കടയിൽ നല്ല പഴങ്കഞ്ഞി കിട്ടും, മറ്റേ കടയിൽ നല്ല പൊരിച്ചമയം കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണോ? ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സിനെ യൂട്യൂബേഴ്സിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇറ്റ്സ് നോട്ട് എ ജോബ്. നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരെ മറ്റുള്ളവരെപ്പോഴും ഒരു ജോക്കറായിട്ടാണ് കാണുന്നത്. ഒരു കോമാളിയാണ് എപ്പോഴും മറ്റൊരാളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ഭാവിക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. മുൻപുള്ള ആൾക്കാരൊക്കെ അത്തരക്കാരായിരുന്നു. അവർ നല്ല വായനാശീലമുള്ളവരായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മൊബൈൽ ഫോണിനകത്താണ്. ചെറിയ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത് പോലും മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ട് മാത്രമാണ്. കഥ പറഞ്ഞു കൊടുത്ത് ചോറ് കൊടുക്കുന്നൊരു വിരളമാണ്. 100 അമ്മമാരെ എടുത്താൽ 99 അമ്മമാരും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഈ ഫോണ് കാർട്ടൂൺ വീഡിയോ കാണിച്ചുകൊണ്ട് ചോറ് കൊടുക്കും. അതിൽ ഒരമ്മയായിരിക്കും അമ്പിളിയമ്മാവൻ്റെ കഥ പറഞ്ഞും കുറുക്കൻ്റെയും മുയലിൻ്റെയും കഥ പറഞ്ഞും കുട്ടികളെ വളർത്തുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടിയിൽ ഒരു വായനാശീലം വളർത്തിയെടുക്കുക, ക്രിയേറ്റിവിറ്റി, ചിന്താശേഷി വളർത്തിയെടുക്കുക. കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ ചിന്തിക്കും, അവരുടെ ബുദ്ധി വളരും. ഈ കാർട്ടൂൺ കാണിച്ചു കൊടുക്കുമ്പം അവർ കീപ്പോട്ട് വരികയുള്ളൂ. പഴയൊരു ചൊല്ലുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. ഒരുപാട് കുട്ടികൾ ഭാവിയിൽ വളയാനാണ് പോകുന്നത്. ആരും വിളയാനും വളരാനും ഒന്നും പോകുന്നില്ല. വായനശീലം വളരെ കുറവാണ്. സോ പേരൻസ് മസ്റ്റായിട്ടും 9ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ മേടിച്ച് മാറ്റി വെക്കുക. ഈ ഒരു പുസ്തകം ഗിഫ്റ്റായിട്ട് കൊടുക്കുക.